പ്രവർത്തിക്കാൻ കഴിയുന്ന ഹൃദയമാണ് നന്ദിയുള്ള ഹൃദയം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് ഞാൻ ഈ ടോപ്പിക്കുമായി നോക്കുന്ന സമയത്ത് 2 ദിവസം മുമ്പ് ഞാൻ ഒരു എഴുത്ത് വായിച്ചു. അതായത് സ്കൂളിൽ പി ടി എ മീറ്റിംഗ് നടക്കാൻ പോവാണ്. ആ പി ടി എ മീറ്റിങ്ങിനകത്ത് LP സ്കൂളിലെ പി ടി എ മീറ്റിംഗ് ആണ്. അപ്പോൾ രക്ഷിതാവ് സ്കൂളിലേക്ക് പി ടി എ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ സമയത്ത് പ്രിൻസിപ്പൽ രക്ഷിതാവിനോട് പറഞ്ഞു, നിങ്ങൾ പി ടി എ മീറ്റിങ്ങിന് ശേഷം എന്നെ പ്രിൻസിപ്പൽ റൂമിലൊന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു. HM വന്ന് പറഞ്ഞ സമയത്ത് ആ രക്ഷിതാവിന് വല്ലാത്ത ആശങ്കയായി. തൻ്റെ മകന് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോ എന്നൊരു ആശങ്കയായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ പി ടി എ മീറ്റിങ്ങിന് ശേഷം ആ ഹെഡ് മാസ്റ്റർ റൂമിൽ അദ്ദേഹം കയറി ഹെഡ് മാസ്റ്ററോട് സംസാരിച്ച സമയത്ത് ഈ രക്ഷിതാവ് വിചാരിച്ചത് ഈ കുട്ടിയെ പറ്റി കംപ്ലീറ്റ് പറയാനാവുന്ന വിചാരിച്ചത്. പക്ഷെ ആ ഹെഡ് മാസ്റ്റർ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം തോന്നി. ആ ഹെഡ് മാഷ് തൻ്റെ മകനെ കുറിച്ച് പറഞ്ഞ വാക്ക് ഇതായിരുന്നു: പിന്നെ ആ സ്കൂളിലേക്ക് എന്നും ആ ബസ്സിനാണ് വരിക. സ്കൂളിൽ നിന്ന് ബസ് ഇറങ്ങുന്ന സമയത്ത് ആ കുട്ടി പിന്നെ ആ ഡ്രൈവറോട് താങ്ക് യു അങ്കിൾ എന്നും പറയുമത്രേ. അങ്ങനെ 2, 3, 4 ദിവസം കുട്ടി എന്നും ആവർത്തിക്കും. അത് ഡ്രൈവർക്ക് ഭയങ്കര സന്തോഷമാവും. ഇത് കണ്ട് പിന്നെ സ്കൂൾ ബസ്സിലെ എല്ലാ കുട്ടികളും ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആ ഡ്രൈവറോട് താങ്ക് യു അങ്കിൾ എന്നൊരു വാക്ക് പറയാറുണ്ട്. അത് ആ ബസ്സിലെ എല്ലാ കുട്ടികളും ആവർത്തിക്കുകയും ആ ബസ്സിലെ ഡ്രൈവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ കേവലം ഒരു നന്ദി എന്ന് പറയുന്ന ഒരു വാക്ക് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതാണ്. അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ: നമ്മളെല്ലാവരും നന്ദി പറയുന്ന ആളുകളാണ്. ഇപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്തായാലും ശരി, പലപ്പോഴും നന്ദി പറയുന്ന ആളുകളാണ്. അപ്പൊ നന്ദിയുള്ള ഹൃദയമാകണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുന്നത് ശീലമാക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അതായത് പിന്നെ കുറച്ച് മുമ്പ് സിജിയുടെ ഒരു സീനിയർ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ളൊരു പിന്നെ നവാസ് സാർ ഉണ്ട്. എൻ്റെ പ്രിയ മെൻറ്റർ കൂടിയാണ്, എൻ്റെ ഗുരു കൂടിയാണ് നവാസ് സാർ. പാണ്ടിക്കാടാണ് അദ്ദേഹം. ഒരിക്കൽ ക്ലാസ്സിനകത്ത് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നും വൈകുന്നേരം ആവുന്ന സമയത്ത് അവരും വൈഫും മക്കളും ഒരുമിച്ചിരുന്ന് അവരെ ലൈഫിനകത്ത് അന്നുണ്ടായ സന്തോഷങ്ങൾ ഓരോരുത്തരും പറയും. ആ സന്തോഷത്തിന് കാരണക്കാരായവരോട് നന്ദി പറയാൻ പറയും. അത് വർഷങ്ങളായിട്ട് അവിടെ തുടർന്ന് വരുന്ന ഒരു കാര്യമായിരുന്നു. അന്ന് ആ സാറെ ക്ലാസ്സിനകത്ത് അത് പറഞ്ഞത് വല്ലാണ്ട് എനിക്കും സ്ട്രൈക്ക് ചെയ്തു. ഞാനും കിടക്കുന്ന സമയത്ത്, എൻ്റെ ഭാര്യയും മക്കളും ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് ഇതുപോലെ സന്തോഷവും നന്ദി അറിയിക്കുക. എൻ്റെ 3 വയസ്സായ മോന് എന്നും ഞങ്ങൾ നന്ദി പറയാൻ ചിലപ്പോൾ തിരക്കിനിടയിൽ മറന്നു പോയാലും 3 വയസ്സ് 4 വയസ്സായി ഇപ്പോൾ മോൻ പറയുന്നത് നന്ദി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സന്തോഷത്തോടു കൂടി നന്ദി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരും. ഒരു ബോക്സ് ഞങ്ങളവിടെ ഒരു ഭരണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭരണിയിൽ ആ വീട്ടിൽ നമുക്ക് ആരോടെങ്കിലും നന്ദി, ഞങ്ങളുടെ വീട്ടിനകത്ത് ആരോടെങ്കിലും നന്ദി പറയണമെന്ന് തോന്നിയാൽ ഒരു ചെറിയ സ്ലിപ്പിനകത്ത് എഴുതിയിട്ട് മടക്കി ആ ജാറിനകത്ത് ഇടും. എല്ലാ ആഴ്ചയിലും എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് അത് തുറക്കുകയും അത് ഉറക്കനെ വായിക്കുകയും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം അമ്മയ്ക്കായാലും ശരി, വൈഫിനായാലും ശരി, ചെറിയ സിമ്പിൾ കാര്യമാവാം, പക്ഷെ നമ്മൾ ഒറ്റ വാക്കിൽ ഇന്ന കാര്യത്തിന് നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരും കൂടി ഇടുമ്പോൾ കുറച്ചെണ്ണം ഉണ്ടാവും. അത് പൊട്ടിച്ചിരുന്ന് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ: നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷന് ശേഷം നിങ്ങളുടെ ലൈഫിനകത്ത് വെളിച്ചം വീശിയ ഒരാളോടെങ്കിലും അല്ലെങ്കിൽ രണ്ടാളോടെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് ഇന്ന കാര്യത്തിന് നിങ്ങൾ നന്ദി പറയുകയാണ്. നിങ്ങൾ എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. അങ്ങനെ പറയാൻ പറ്റുന്ന 1, 2 പേരോട് നന്ദി പറയണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ചെറിയ നന്ദി വാക്ക് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആദ്യത്തെ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്. രണ്ടാമത്തെ പറയാനുള്ള ഒറ്റ പോയിന്റ് ഇത്രയേ ഉള്ളൂ: നമ്മുടെ മനസ്സ് ഏറ്റവും പ്രധാനമാണ്. ഇപ്പം നമ്മൾ നല്ല ട്രെയിനേഴ്സാണ്, നല്ല മോട്ടിവേറ്റ് സ്പീക്കേഴ്സാണ്, നല്ല ലീഡേഴ്സാണ്, നല്ല നല്ല എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ മനസ്സിനകത്ത് ചില സമയങ്ങളിൽ ഭയങ്കര വിഷമം ഉണ്ടാവാറുണ്ട്, ഡൗൺ ആവാറുണ്ട്. അപ്പോൾ മറ്റേ നമ്മളെ വള്ളത്തോളിൻ്റെ വരിയുണ്ട്, മനോഹരമായ വരികളാണ്. ബന്ധന കഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. നമ്മൾ സ്വർണം കൊണ്ടുള്ള ഒരു കൂട്ടിലാണെങ്കിലും കൂട് കൂട് തന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. പലപ്പോഴും മനസ്സിനകത്ത് ചെറിയ കാര്യങ്ങൾ നമ്മളെ മനസ്സിനകത്ത് ചിന്തിക്കുമ്പോൾ അത് വൈകാരികമായിട്ട് വലിയ റിസൾട്ടാണ് ഉണ്ടാവുക. നമ്മൾ വിഷമങ്ങളും പ്രയാസങ്ങളും നെഗറ്റീവുകളും ചിന്തിക്കുമ്പോൾ അതിൻ്റെ വൈകാരിക റിസൾട്ട് വേറെയാവാം. പക്ഷെ പോസിറ്റീവായ ചിന്തകൾ നമ്മുടെ ലൈഫിനകത്ത് വേറെ വൈകാരികത ഉണ്ടാവുക.
കുറച്ച് മുമ്പ് ഉസ്ന മേഡം എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിനകത്ത് ഞാൻ അതുപോലെ കയറാൻ കാരണമായി. അന്ന് ആ മേഡം ക്ലാസ്സിനകത്ത് പറഞ്ഞത്, നമ്മൾ 24 മണിക്കൂർ നമ്മളെ ഉപബോധ മനസ്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഓരോ ചിന്തകൾ, അത് 24 മണിക്കൂറും പ്രവർത്തിച്ച് അത് റിസൾട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതിയാണ് പറഞ്ഞത്. നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ഒരു ദിവസം ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവാറുണ്ട്. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പല വൈകാരികമായ ചിന്തകൾ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവാം. മാഡം അന്ന് പറഞ്ഞൊരു കാര്യത്തിലേ ഉള്ളൂ, നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ 2 3 ദിവസം നിങ്ങൾ ചിന്തകളെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യണം. നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ നെഗറ്റീവായ ചിന്തകൾ നിങ്ങൾ വരുന്നുവെങ്കിൽ നിങ്ങളത് ബോധപൂർവം അത് പോസിറ്റീവിലേക്ക് മാറ്റണം എന്ന് മാഡം പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ക്ലാസ്സിന് ശേഷം 2 3 ദിവസം ഒബ്സർവ് ചെയ്ത സമയത്ത് പലപ്പോഴും നമ്മൾ ചിന്തകൾ, അതായത് പിന്നെ നെഗറ്റീവായ ചിന്തകൾ, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ഇല്ലാത്ത ചിന്തകൾ, അല്ലെങ്കിൽ എന്തൊരു പരിപാടിക്ക് പോകുമ്പോൾ ഭയങ്കര ആശങ്കയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ മാഡത്തിൻ്റെ ആ വാക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളിപ്പോൾ നെഗറ്റീവായ ചിന്തകൾ വരുമ്പോൾ നമ്മൾ പോസിറ്റീവായ സ്ട്രോക്ക് കൊടുത്തുകൊണ്ട് പോസിറ്റീവിലേക്ക് എത്തിക്കണം എന്ന് മാഡം പറഞ്ഞു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആരുടെയോ നാവിൻ തുമ്പിൽ എവിടെയോ ഒരു പുസ്തക പേജിൽ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ ഒരു വരി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഉസ്ന മാഡത്തിൻ്റെ അന്നത്തെ വാക്കുകൾ പിന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചിന്തകൾ നെഗറ്റീവ് ആവുന്ന സമയത്ത് അതിനെ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തുകൊണ്ട് ആ നെഗറ്റീവ് ചിന്തയെ പോസിറ്റീവ് ആക്കിയാൽ അതിൻ്റെ റിസൾട്ട് വലുതാണെന്നാണ് മാഡം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ, ആവർത്തിച്ച് എന്താണ് ചെയ്യുന്നത് അത് നമ്മുടെ ലൈഫിനകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് മാഡം പറഞ്ഞിട്ടുള്ളത്. യുവർ മൈൻഡ് ഈസ് പവർഫുൾ തിങ് എന്നാണ് പറഞ്ഞത്. വെൻ യു ഫിൽ വിത്ത് പോസിറ്റീവ് തോട്ട് യുവർ ലൈഫ് വിൽ സ്റ്റാർട്ട് ടു ചേഞ്ച് എന്നാണ്. നമ്മൾ എന്താണോ നമ്മൾ മനസ്സിനകത്ത് കൊടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് വിജയത്തിലേക്ക് നയിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ വിജയം എന്ന് പറയുന്നത് നമ്മൾ സക്സസ് ഡിപ്പെൻസ് ഓൺ ദി സെക്കൻഡ് ലെറ്റർ, അതായത് സക്സസിന്റെ രണ്ടാമത്തെ അക്ഷരം യു, അതാണ് വിജയത്തിന് ഹേതു. ആ വിജയത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത. അപ്പൊ തീർച്ചയായും നമ്മുടെ മനസ്സിനകത്ത് 24 മണിക്കൂറും നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യണം. ആ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ ബോധപൂർവം പോസിറ്റീവായ ചിന്തകളെ മാറ്റുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചേഞ്ചസ്, വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ്, അതായത് പുഴുക്കളൊക്കെയും ഇപ്പോൾ നമ്മൾ പൂമ്പാറ്റ ആവുന്നത് പുഴുവിൽ നിന്നാണ്. അതായത് പുഴുക്കളൊക്കെയും പൂമ്പാറ്റയായിടാം, പുഴുതുന്ന മനസ്സുകൾക്കാകില്ല പുനർജന്മം. അയ്യപ്പൻ്റെ മനോഹരമായ കവിതയാണ്. പുഴുക്കളൊക്കെയും പൂമ്പാറ്റയായിടാം, പുഴുതുന്ന മനസ്സുകൾക്കാകില്ല പുനർജന്മം. നമ്മുടെ മനസ്സിനകത്ത് പുഴു തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനകത്ത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മുടെ ലൈഫിനകത്ത്, നമ്മുടെ മനസ്സിനകത്ത് ഒരിക്കലും പുഴു തിന്നാൻ അനുവദിക്കാതെ എപ്പോഴും പോസിറ്റീവായ സ്ട്രോക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും വലിയ റിസൾട്ട് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ശില്പവും നീയേ ശില്പിയും നീയേ എന്ന് പറയാറുണ്ട്. ശില്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ശില്പത്തെ ഉണ്ടാക്കുന്നതും ആ ശില്പവും നമ്മളാണ്, ആ ശില്പത്തെ ഉണ്ടാക്കുന്ന ശില്പിയും നമ്മളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ നമ്മൾ പോസിറ്റീവ് ചിന്ത കൊടുത്തുകൊണ്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയാൽ വലിയ റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത്, പിന്നെ കൂൾ ഡേ. കൂൾ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകൾ വലിയ സംഭവങ്ങളാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞാലും, ഇപ്പൊ പലപ്പോഴും ഞാൻ ആരോടും ദേഷ്യപ്പെട്ടെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എല്ലാവരും വീട്ടിലൊക്കെ നല്ല രീതിയിൽ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ എൻ്റെ വലിയ മോന് 6ാം ക്ലാസ്സിലാണ്, ചെറിയ മോൻ LKG-യിലാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഇപ്പം മൊബൈൽ ഫോണിനാണെങ്കിൽ രണ്ടുപേർക്കും വേണം, TV വയ്ക്കുന്ന സമയത്ത് രണ്ടുപേർക്കും, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് പലപ്പോഴും ഞാൻ എത്ര വിചാരിച്ചാലും ചീത്ത പറയരുതെന്ന് വിചാരിച്ചാലും ചീത്ത പറഞ്ഞു പോകാറുണ്ട് പലപ്പോഴും. അത് അങ്ങനെ അപ്പം എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് പിന്നെ എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട്, പപ്പയെ കൂളാവുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ അന്ന് കണ്ടെത്തിയ സംഭവമാണ് ആഴ്ചയിൽ ഒരിക്കൽ കൂൾ ഡേ ആയിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട്. കൂൾ ഡേ എത്രയേ ഉള്ളൂ, രാവിലെ 6 മണി മുതൽക്ക് പിറ്റേ ദിവസം 6 മണി വരെ വീട്ടിലെ ഒരാൾ ആഴ്ചയിൽ ഒരു ദിവസം കൂൾ ഡേ ആയിട്ട് പിന്നെ നമ്മൾ കൂൾ ഡേ ആവണം. അന്ന് എത്ര പ്രകമ്പനം ഉണ്ടായിക്കഴിഞ്ഞാലും, പ്രകമ്പനം നമുക്ക് വന്നാലും ഈ കൂൾ ഡേ എടുക്കുന്ന ആൾ ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല. അങ്ങനെ കൂൾ ഡേ ഇപ്പൊ പലപ്പോഴും കൂൾ ഡേ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ ചെറിയ മോനൊക്കെ വന്ന് പറയാറുണ്ട്, പപ്പയെ കൂൾ ഡേ ശ്രദ്ധിക്കുക എന്ന് പറയാറുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് വാക്കുകള് വലിയ പിന്നെ സംഭവമാണ്. നമ്മളെ ജലാലുദ്ദീൻ റൂമി പറഞ്ഞ പോലെ
പിന്നെ തീരാ വ്യാധിയാണ്, അല്ല തീരാത്ത നിധിയാണ് നീ നാവേ, തീരാ വ്യാധിയുമാണ് നീ നാവേ. ജമാലുദ്ദീൻ റൂമി പറഞ്ഞതാണ്. നമ്മുടെ നാവ് തീരാത്ത നിധിയാണ്. നമ്മുടെ നാവിൽ നിന്ന് ഉദിക്കുന്ന വാക്കുകൾ ഭയങ്കര സംഭവമാണ്, ഭയങ്കര നിധിയാണ്. നമുക്ക് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ അനുഗ്രഹമാണ്, ഭാഗ്യമാണ്. തീരാത്ത നിധിയാണ് നീ നാവേ, തീരാ വ്യാധിയുമാണ് നീ നാവേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആണിക്കല്ലായ വാക്കുകൾ മനുഷ്യ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങൾ വലുതാണ്. അപ്പോൾ പലപ്പോഴും വീട്ടിൽ ഇപ്പം ഞാൻ വൈഫിനോട് എന്തെങ്കിലും പറയുമ്പോൾ, ദേഷ്യപ്പെട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വൈഫ് അത് മക്കളുടെ അടുത്ത് കൊടുക്കും, മക്കൾ ചെറിയ മോന് കൊടുക്കും. അപ്പം നമ്മൾ ഒരാളെ വായിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ പിന്നെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന് കുഞ്ഞുണ്ണി മാഷ വരികൾ എത്ര മനോഹരമാണ്. നമ്മുടെ വാക്കുകൾ പലപ്പോഴും മനുഷ്യർ സ്പോഞ്ച് പോലെ എന്നാ പറയുക. നമ്മുടെ ചുറ്റുപാടിലെ വാക്കുകളൊക്കെ നമ്മൾ വലിച്ചെടുക്കാറുണ്ട്. ചില കാര്യങ്ങൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞ ആളുകൾ മറന്നാലും കേട്ട ആളുകൾ അത് മരണം വരെ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മറക്കും. അതുപോലെ അത് കേട്ട ആളുകൾ അത് മരണം വരെ അവരെ മനസ്സിനകത്തുണ്ടാവും. എന്നാലും അന്നത് പറഞ്ഞല്ലോ, ഇന്നത് പറഞ്ഞല്ലോ. അതുപോലെ നമുക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവും. ചില ആളുകളെ വാക്കുകൾ നമ്മളെ വല്ലാണ്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് അപ്പം അവർ മറന്നുണ്ടാവും, പക്ഷെ നമ്മളെ മനസ്സിനകത്ത് എന്നും അത് കടന്ന് കളിക്കാറുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയാനുള്ളത്, നമ്മളെ വാക്കിന് അത്രത്തോളം ശക്തിയുണ്ട്. ജിഹാഗ്രേ വർത്തതേ ലക്ഷ്മി, ജിഹാഗ്രേ മരണം ധ്രുവന്ന. ജിഹാഗ്രേ വർത്തതേ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് ഉദിക്കുന്ന വാക്കുകൾക്ക് സകല ഐശ്വര്യങ്ങളും ആ നാവിൽ നിന്ന് പ്രദാനം ചെയ്യാൻ കഴിയുന്നതോടൊപ്പം തന്നെ സകല വിഷങ്ങളും നമ്മൾ ആ നാവിൽ നിന്ന് ഉദിക്കാറുണ്ട്. നല്ല നാലഞ്ചു വാക്കുകൾ ഓതി നിറയുക, കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ, കസ്തൂരി പോലെ മണക്കട്ട വാക്കുകൾ എന്ന് കടമ്മനിട്ടയുടെ വരി മനോഹരമാണ്. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും നല്ല വാക്കുകൾ, നല്ല നാലഞ്ചു വാക്കുകൾ ഓതി നിറയുക. അത് കേൾക്കുന്ന ആളുടെ കണ്ണിൽ കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ, കസ്തൂരി പോലെ മണക്കട്ട വാക്കുകൾ. ഇപ്പൊ നമ്മളൊക്കെ CG പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകൾ, സൊസൈറ്റിയിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ, നമ്മുടെ വാക്കുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാകണം, സത്യം പറയുവാൻ ശക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ വാക്കുകൾ പലപ്പോഴും ബോധപൂർവം ഉപയോഗിക്കണം. അശ്രദ്ധമായി ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാൻ തയ്യാറായാൽ വലിയ മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്കറിയാം, നശിപ്പിക്കുന്ന വാക്കുകൾക്ക് പകരം നമ്മൾ ഉശിരേകുന്ന വാക്കുകൾ ഉപയോഗിക്കണം എന്നാണ്. ഇപ്പം ചില വാക്കുകൾ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചില അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത് നന്നായിരുന്നു. ഇപ്പം ഉദാഹരണം, ഇപ്പം നമ്മളെ ക്ലാസ് കഴിഞ്ഞാൽ ഗ്രൂപ്പിനകത്ത് ഓരോരുത്തരും ഫീഡ്ബാക്ക് ഇടുമ്പോൾ അത് കേൾക്കുന്ന ആളുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട്. അത് അവർക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി, അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനമാണ് പലപ്പോഴും അഭിനന്ദന വാക്കുകൾ. അപ്പോൾ ഫീഡ്ബാക്ക് ഈസ് ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് യു ക്യാൻ ഗീവ് യുവർ ഫ്രണ്ട്സ് എന്നാണ്. അതായത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ചാമ്പ്യന്മാർക്ക് പോലും ഇന്ധനം എന്നാണ്, മുന്നോട്ട് പോകാനുള്ള ഇന്ധനമാണ് ഫീഡ്ബാക്ക്. അപ്പോൾ വാക്കുകൾ, നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഫീഡ്ബാക്ക്, ഒഴുക്കം മട്ടിൽ ഫീഡ്ബാക്ക് പറയാണ്ട് എന്ന കാര്യം നന്നായിരുന്നു എന്ന് പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, അപ്പോൾ നല്ല വാക്കുകൾ, ഒരാളെ വളർത്തുന്ന വാക്കുകൾ ഉപയോഗിക്കണം എന്നാണ് റിക്വസ്റ്റ് പറയാനുള്ളത്. അപ്പോൾ വാക്കുകൾക്ക് വിവിധ തരം വികാരങ്ങൾ ഉണർത്താൻ കഴിയുന്ന പറയാണ്. അതായത് നമ്മൾ പോസിറ്റീവായ വാക്കുകൾ കൊണ്ട് പോസിറ്റീവ് ആക്കാൻ കഴിയും, നെഗറ്റീവായ വാക്കുകൾ ഉപയോഗിച്ച് സന്തോഷ് ജി സ്റ്റക്കായല്ലോ. എനിക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും? അല്ലല്ല, സ്റ്റക്കായി. ഓക്കെ. കേൾക്കണില്ല. ആ, എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ വന്നതായിരിക്കും. തിരിച്ചു വരൂ. ഹലോ മാഡം, കേൾക്കുന്നുണ്ടോ? ഓക്കെ. കറണ്ട് ഒന്ന് പോയിരുന്നു. ഒരു സെക്കൻഡ്, കറണ്ട് ഒന്ന് വൈഫൈ പോയതാണ്, കറണ്ട് പോയപ്പോ. ഓക്കെ, അപ്പോ ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. നല്ല വാക്കുകളെ പറ്റിയാണ് പറഞ്ഞത്. അതെ, നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാകണം, സത്യം പറയുവാൻ ശക്തി ഉണ്ടാകണം. അതായത് അതുപോലെ നല്ല നാലഞ്ച് വാക്കുകൾ ഓതി നിറയുക, കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ. ഇതുപോലെ കേൾക്കുന്നുണ്ടോ? ഇതിനകത്ത് ഞാൻ മൊബൈൽ ഫോണിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നല്ല അഭിനന്ദന വാക്കുകൾ. അതുപോലെ എന്തെങ്കിലും സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഒരു എഫക്റ്റ്,
അതുപോലെ നമ്മൾ ഐ ലവ് യു. ഇപ്പോൾ ഞാൻ ചെറിയ മക്കളോടൊക്കെ എപ്പോഴും മക്കളോടൊക്കെ ഐ ലവ് യു തിരിച്ചും പറയാറുണ്ട്. അപ്പൊ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ വാക്കുള്ളൂ. അതുപോലെ താങ്ക് യു, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് താങ്ക് യു ഒക്കെ പറയുന്ന സമയത്ത്, അപ്പൊ ഇങ്ങനെ ചെറിയ വാക്കുകൾ വലിയ രീതിയിലേക്കുള്ള റിസൾട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പണ്ട് പിന്നെ നമ്മൾ മൂസാ നബി പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു വാക്ക് ഞാൻ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ക്ലാസ്സിനകത്ത് കിട്ടിയതാണ്. ജനതയുടെ ഹൃദയക്കുടന്നയിലേക്ക് ചേക്കേറുന്ന വാക്കുകൾക്കായി തന്റെ നാവിന്റെ കെട്ടഴിച്ചു തന്ന് സ്ഫുടതയോടെ സംസാരിക്കാൻ തന്നെ പ്രാപ്തനാക്കണമെന്ന് മൂസാ നബി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ സ്പീക്കേഴ്സാണ്, ട്രെയിനേഴ്സാണ്, അല്ലെങ്കിൽ സിജി പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് ആളുകളുടെ ലൈഫിനകത്ത് വെളിച്ചം വീശാൻ നേതൃത്വം കൊടുക്കേണ്ട ആളുകളാണ്. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ കെട്ടഴിച്ച് നന്നായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് നല്ല ലീഡർ ആവാൻ പറ്റുക. ജനതയുടെ ഹൃദയക്കുടന്നയിലേക്ക് ചേക്കേറുന്ന വാക്കുകൾക്കായി തൻ്റെ നാവിന്റെ കെട്ടഴിച്ച് തന്ന് സ്ഫുടതയോടെ സംസാരിക്കാൻ തന്നെ പ്രാപ്തമാക്കണമെന്ന് മൂസനാബി ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും നമ്മുടെ വാക്കുകൾ ബോധപൂർവം ഉപയോഗിക്കണം. വൺ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, ഇപ്പോൾ ഒരു ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, സ്പീക്കേഴ്സ് ആയിക്കോട്ടെ, നമ്മളെ പല ക്ലാസ്സുകളും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പല ക്ലാസ്സുകളും നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ചില വാക്കുകൾ, വൺ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിനകത്ത്, നിങ്ങളുടെ ലൈഫിനകത്തൊക്കെ അങ്ങനെ ചില സ്റ്റേറ്റ്മെന്റുകൾ, ചില ട്രെയിനേഴ്സ് നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ സാധിച്ചിട്ടുണ്ടാവും. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. നമ്മൾ കൂൾ ഡേ ആയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലേക്ക് റിസൾട്ട് നമുക്കുണ്ടാവും. നമ്മൾ പലപ്പോഴും പോസിറ്റീവായ സ്ട്രോക്ക് ഉപയോഗിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് നമ്മളെ വീട്ടിലും നമ്മളെ സൊസൈറ്റിയിലും എല്ലായിടത്തും സംസാരിക്കുകയാണെങ്കിൽ വലിയ രീതിയിലേക്ക് റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. സം ആർ ഹാപ്പി, ഇപ്പൊ പലപ്പോഴും അങ്ങനെയാണ്, സം ആർ ഹാപ്പി വെൻ ദ വെദർ ഈസ് പ്ലസന്റ് എന്നാ. നമ്മളെ ചുറ്റുപാടുകൾ പ്ലസന്റ് ആകുമ്പോൾ നമ്മളും പ്ലസന്റ് ആവാറുണ്ട്. എന്നാലോ സം ആർ അൺഹാപ്പി വെൻ ദ വെദർ ഈസ് അൺപ്ലസന്റ്. നമ്മൾ അൺപ്ലസന്റ്, ചുറ്റുപാടുകൾ അൺപ്ലസന്റ് ആയി കഴിഞ്ഞാൽ നമ്മളും അൺപ്ലസന്റ് ആവാറുണ്ട്. ഗ്രേറ്റ് മാൻ ക്യാരി വെദർ വിത്ത് ദം. അതെ, സം ആർ ഹാപ്പി വെൻ വെദർ ഈസ് പ്ലസന്റ്, സം ആർ അൺഹാപ്പി വെൻ ദ വെദർ ഈസ് അൺപ്ലസന്റ്, ഗ്രേറ്റ് മാൻ ക്യാരി വെദർ വിത്ത് ദം. അപ്പൊ നമുക്ക് വേണ്ട ആ ഒരു സാഹചര്യം, അനുകൂല സാഹചര്യം നമ്മൾ തന്നെ കൊണ്ടു നടക്കണം. അപ്പൊ നമ്മളോട് സംസാരിക്കുന്ന ആളുകളെ ഒരു പ്ലസന്റ് മൈൻഡോട് കൂടി നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുപോലെ തന്നെ അതുപോലെ നമ്മളെ വാക്കുകളും ബോധപൂർവം ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ടൈനി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വലിയ റിസൾട്ട് ഉണ്ടാക്കും എന്നാണ് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, സമയം അവസാനിക്കാറായി എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. പുഞ്ചിരി എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, നമ്മൾ സിനിമയിൽ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ബന്ധങ്ങൾക്ക് മധുരം പകരാൻ മുഖത്തെ ഒരു പുഞ്ചിരി കൊണ്ട് സാധിക്കാറുണ്ട്. അപ്പൊ പലപ്പോഴും മനസ്സിനകത്ത് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും പുഞ്ചിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ പുഞ്ചിരി ഒരു പക്ഷെ നമുക്ക് ഒരുപാട് നല്ല വാക്കും പുഞ്ചിരിയുമാണ് മറ്റുള്ളവർക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വിലയേറിയ സമ്മാനങ്ങൾ. അപ്പൊ നല്ല പുഞ്ചിരിയോടുകൂടി നമ്മൾ ലൈഫിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അക്കിത്തം പറഞ്ഞ വരി മനോഹരമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഉദിക്കാൻ നിത്യ നിർമ്മല പൗർണമി. അതായത് അത് മനോഹരമായ വരികളാണ്. അപ്പോൾ പുഞ്ചിരി എന്ന് പറയുമ്പോൾ നന്മ നിറഞ്ഞ മനസ്സിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ നമ്മുടെ ലൈഫിനകത്ത് നമ്മളെ മറ്റുള്ളവരോട് പുഞ്ചിരിയോടുകൂടി പെരുമാറുകയാണെങ്കിൽ ചെറിയ കാര്യമുള്ളൂ, പക്ഷെ റിസൾട്ട് വലുതാവും. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മളെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ആ ക്യാമറ പറയുമ്പോൾ ഒന്ന് ചിരിക്കാൻ പറയും, അല്ലെങ്കിൽ കൂടെ ഉള്ള ആൾക്കാർ ചിരിക്കാൻ പറയും, ഒന്ന് ചിരിക്കാൻ പറയുമ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോയ്ക്ക് മുമ്പ് നിൽക്കുമ്പോൾ ഒന്ന് ചിരിക്കാറുണ്ട്. കാരണം എന്താണ്, നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഫോട്ടോ നന്നാവും എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ചിരിച്ചാൽ നമ്മുടെ ലൈഫ് എത്ര മനോഹരമാകും. അതുകൊണ്ട് ടൈനി ചേഞ്ചസ് ഉദ്ദേശിച്ച് ഒരു പുഞ്ചിരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കാണുന്ന ആൾക്കും എല്ലാവർക്കും നല്ല ബന്ധങ്ങളാവും. അപ്പൊ പുഞ്ചിരി നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സൗഹൃദം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളെല്ലാവരും നല്ല സൗഹൃദമാണ്, നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ശ്രീകൃഷ്ണന്റെയും കുചേലന്റെയും ബന്ധം ഒരു സൗഹൃദ ബന്ധമാണ്, വലിയ
പിന്നെ ഉദാഹരണമാണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുമ്പോൾ പിന്നെ 14 ലോകങ്ങളെയും ഭരിച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ മാളികയുടെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് ദരിദ്രകോലനായ കുചേലൻ വരുന്ന സമയത്ത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുന്ന ഒരു വരി രാമപുരത്ത് വാര്യർ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പറയുന്നത്. പിന്നെ മാറത്തെ വിയർപ്പ് വെള്ളം കൊണ്ട് നാറും സതീർത്ഥനെ മാറത്തുണ്മയോട് ചേർത്തു ഗാഠം പുണർന്നുന്ന. അതായത് മാറത്ത് വിയർപ്പ് വെള്ളം കൊണ്ട് നാറുന്നുണ്ട്, എന്നിട്ട് പോലും ആ സുഹൃത്തിനെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ച സൗഹൃദത്തിന്റെ കഥ രാമപുരത്ത് വാര്യർ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലൈഫിനകത്ത് നല്ല സൗഹൃദങ്ങൾ വേണം. ഇപ്പൊ ഈ ഒരു സൗഹൃദം നല്ല സൗഹൃദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുമുട്ടിയവരാരും ഒന്നും തരാതെ മടങ്ങിയിട്ടില്ല, എതിരെ വന്ന അന്ധൻ പോലും പ്രകാശം പരത്തി എന്നാ പറഞ്ഞത്. അതേപോലെ ആരല്ലൻ ഗുരുനാഥർ പാരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്തോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ സമയം അവസാനിച്ചിട്ടുണ്ട്, ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ടൈനി ചേഞ്ചസ് റിമാർക്കബിൾ റിസൾട്ട് എന്ന് ഉദ്ദേശിച്ചത് ജീവിതത്തിനകത്തുള്ള ചെറിയ കാര്യങ്ങൾ വലിയ റിസൾട്ട് ഉണ്ടാക്കും. നമുക്കറിയാം, വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്തും പൊലിപ്പിച്ചെടുക്കുന്ന നമുക്ക് ആകെ പിന്നെ 75-80 വയസ്സുള്ളൂ. അപ്പൊ അതിനിടയ്ക്ക് നമ്മളെ ലൈഫിനകത്ത് മാക്സിമം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സിഗ്നേച്ചർ ഉണ്ടാക്കി എടുക്കണം. ONV പറഞ്ഞ പോലെ ഒറ്റപ്പതിപ്പുള്ള പുസ്തകമീ ജന്മം, ഒറ്റത്തവണ ഓരോരോ പുറവും മറിച്ചു നോക്കുവാൻ മാത്രം നിയോഗം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഈ ലൈഫിനകത്ത് കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കണം. സമയം കഴിഞ്ഞത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. ജീവിതത്തിനകത്ത് വിജയിക്കാനാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ക്ലാസ്സുകളും വായനയൊക്കെ, അതായത് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ എന്ന നമ്മളെ വായന നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. ഓരോ തവണ വായിക്കുന്തോറും പുതിയതൊന്നും ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കടലില് ആർത്തിരമ്പി വരുന്ന തിരമാലകളെ പോലെ നമ്മളെ നാവിലേക്ക് വാക്കുകൾ ഒഴുകി വന്നാൽ മാത്രമേ നമുക്ക് നല്ല ലീഡേഴ്സ് ആവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വായന ഒരു ദിവസം 4-5 പേജെങ്കിലും വായിച്ച് നമുക്ക് നമ്മുടെ അറിവ്, മരം വെട്ടുകാരൻ മഴുവിന്റെ മൂർച്ച ദിനംപ്രതി കൂട്ടുന്നത് പോലെ നമ്മളെ അറിവിനെ നമുക്ക് പുതുക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നല്ല ലീഡേഴ്സ് ആവാൻ പരിശ്രമിക്കണം. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ തക്കവണ്ണം ദീർഘകാലം കൈകങ്ങളെ നൽകിയത്രേ പാരിലയച്ച ദീശന് KC കേശവപിള്ള പറയുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും എന്താ പറയാ, വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ലൈഫിനകത്ത് ഉപയോഗിക്കണം. ക്ലാസ്സിനകത്ത് കിട്ടുന്ന നല്ല പോയിന്റുകൾ നമ്മൾ എഴുതി നോട്ട് വെക്കണം. എഴുതിയാലേ തെളിയൂ, എഴുതിയാൽ എഴുതുന്ന ആളും തെളിയും, എഴുതുന്ന കാര്യവും തെളിയുന്ന. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങൾ 1-2 പേരോടെങ്കിലും നന്ദി പറയണം എന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം. കടല് രൂപപ്പെടുന്നത് ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നുമാണ്. ഒരു മഹാകാവ്യം ജനിക്കുന്നത് ഓരോ കുഞ്ഞു വാക്കുകളിൽ നിന്നുമാണ്. ഇന്ന് നമ്മൾ കേട്ട ടൈനി ചേഞ്ചസ് റിമാർക്കബിൾ റിസൾട്ട് എന്ന ഈ സെഷൻ കേവലം ഒരു ക്ലാസ് മാത്രമായിരുന്നില്ല, മറിച്ച് നാളെയുടെ വലിയ മാറ്റങ്ങളിലേക്കുള്ള ഒരു ചെറിയ ചുവടുവെപ്പായിരുന്നു. ഒരു ശില്പി കല്ലിനെ മെല്ലെ കൊത്തിയെടുക്കുന്നത് പോലെ നമ്മുടെ ശീലങ്ങളിൽ വരുത്തേണ്ട സൂക്ഷ്മമായ മാറ്റങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റുമെന്ന് സാഹിത്യസുന്ദരമായി സന്തോഷ് സാർ അവതരിപ്പിച്ചു. വലിയ ലക്ഷ്യങ്ങളിലേക്ക് നോക്കി തളർന്നു നിൽക്കുന്ന നമുക്ക് മുന്നിലെ ഒരു ചെറിയ മൺതരി മാറ്റിവെച്ചാൽ മനോഹരമായ ഒരു പാത നിർമ്മിക്കാം എന്ന ആത്മവിശ്വാസമാണ് ഈ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ ശ്രീമതി നൂസിയ മാഡം, ടീം ഇൻചാർജ് തസ്ലീമ മാഡം എന്നിവർക്കും ഈ പ്രോഗ്രാമിനെ വമ്പിച്ച വിജയമാക്കി മാറ്റുന്ന പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. സാറ് നേരത്തെ പറഞ്ഞ പോലെ നാക്കിന്റെ കെട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിലും പുഞ്ചിരിയോടെ സംസാരിക്കാൻ എന്തോ ഇന്നത്തെ ഹൃദയവികാരം അനുവദിക്കുന്നില്ല. ഈ സന്തോഷങ്ങൾക്കിടയിലും നമ്മുടെ ഹൃദയത്തിൽ ഹനീൻ മോൻ വല്ലാത്തൊരു വിങ്ങലായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവനെയും കുടുംബത്തെയും തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിറക്കണം എന്നുള്ള അഭ്യർത്ഥനയോടെ തൽക്കാലം ഇന്നത്തേക്ക് വിടാം. താങ്ക് യു ഓൾ.